ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിഡ്നാപ്പിൻ്റെ ബാക്കി കാണാൻ കഴിഞ്ഞു. വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് മെന്നിന് ജീനിനെ ഇഷ്ടമാണെന്ന് ക്യൂ കണ്ടുപിടിക്കുന്നത് വരെയാണ്. അതിനുശേഷം അവനാണെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ഒരു ഹെൽമെറ്റ് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ജീൻ മിന്നിൻ്റെ ഫാൻ ഗേൾ ആയത് അവൻ മോട്ടോർ സൈക്കിൾ ഓട്ടിച്ചപ്പോൾ അല്ലേ എന്ന് ചോദിച്ചിട്ട് അവർ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട മെൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ചിരിക്കുന്നതെന്ന്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് മോട്ടോർ സൈക്കിൾ ഓട്ടിക്കാനായിട്ട് ക്യൂ മെന്നിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. അതിനുശേഷം അവർ വീട്ടിലെത്തിയതായിട്ടാണ് കാണിക്കുന്നത്. ഇവർ വീട്ടിലെത്തുന്ന സമയത്ത് പുറത്ത് നല്ല മഴയുണ്ട്. ഇവരവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ മിന്നെത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെ കണ്ടിട്ട് അവൻ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയായിരുന്നെന്ന്. അപ്പൊ ക്യൂ പറയുന്നു, മിന്നി ഒന്ന് റിലാക്സ് ആകും, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജീനിന്റെ ഫോൺ വാങ്ങുന്നുണ്ട്. ഈ സമയം മിന്നാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവനോട് പറയാണ്, ഞാൻ പറഞ്ഞതിന് നീ ഉത്തരം താ, നീ എവിടേക്കാണ് എൻ്റെ ബ്രദറിനെ കൊണ്ടുപോയതെന്ന് പറയുന്നു. അപ്പൊ ക്യൂ പറയുന്നു, ഞങ്ങൾ ജസ്റ്റ് മോട്ടോർ സൈക്കിൾ റൈഡിങ് പ്രാക്ടീസ് ചെയ്യാൻ പോയതാണെന്ന്. ഇത് കേട്ടിട്ട് മിന്നാണെങ്കിൽ മാനെ ഒന്ന് നോക്കിയിട്ട് ക്യൂവിനോട് ചോദിക്കുകയാണ്, ജസ്റ്റ് മോട്ടോർ സൈക്കിൾ റൈഡിങ്ങോ? അവനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് റിസ്ക് ആണെന്ന് നിനക്ക് അറിയത്തില്ല, അവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന്. അപ്പം ഇവൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് ജീൻ പറയുന്നു, മിന്നെ അങ്ങനെ റിസ്കി ആയിട്ടൊന്നും ഇല്ലായിരുന്നു, ഞാൻ അവനെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെന്ന്. ജീൻ പറയുന്നത് കേട്ടിട്ട് ജീനോട് മിന്ന് ചോദിക്കുകയാണ്, നീ എന്താ അവരെ തടയാതിരുന്നേന്ന്. അപ്പം ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന മെന്ന് പറയാണ്, ഒന്ന് നിർത്തോ, ഞാൻ പുറത്തേക്ക് പോയത് ജസ്റ്റ് ഒരു മോട്ടോർ സൈക്കിൾ റൈഡിനല്ലേ, എന്താ അത് അത്ര തെറ്റാണോ? ഡോക്ടർ പോലും നീ ചെയ്യുന്നത് പോലെ പറഞ്ഞിട്ടില്ലെന്ന്. ഇതൊക്കെ കേട്ട് മിന്ന് പറയുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കാരണം നിനക്ക് നേരത്തെ പോലെ വീണ്ടും വരാതിരിക്കാനല്ലേ, നീ എന്താ അത് മനസ്സിലാക്കാത്തത്, ഞാൻ നിന്നെക്കുറിച്ച് വറീഡാണെന്ന്. ഇത് കേട്ട മെൻ ചോദിക്കുന്നുണ്ട്, വറീഡാണെന്നോ, അതുകൊണ്ടാണോ നീ എന്നെ ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കുന്നത്, നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ മെന്നാണെങ്കിൽ മുകളിലേക്ക് പോയി ഡോർ ലോക്ക് ചെയ്ത് ഇരിക്കുകയാണ്. അവൻ്റെ പിന്നാലെ തന്നെ മെൻ പോയിട്ട് ഡോറിൽ തട്ടിയിട്ട് പറയുന്നുണ്ട്, മെൻ നീ പുറത്തേക്ക് വാ, നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ, മെൻ പുറത്തേക്ക് വാ, നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാമെന്ന്. അങ്ങനെ ഇവനാണെങ്കിൽ ഒരുപാട് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കതക് തുറക്കാത്തത് കൊണ്ട് അവനാണെങ്കിൽ താഴേക്ക് ചെന്നിട്ട് ജീനിനോട് പറയുന്നു, ഇത്രയും വൈകിയില്ലേ, ഇനി നീ വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ അവളാണെങ്കിൽ പോകുന്നതിന് മുമ്പ് മിന്നിനോട് സോറിയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അവൾ പോയി കഴിഞ്ഞ് ക്യൂ ആണെങ്കിൽ നല്ല ദേഷ്യത്തോടെയാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് എണീറ്റിട്ട് ചോദിക്കുന്നുണ്ട്, മിന്നി എന്തിനാ എല്ലാവരോടും ഇങ്ങനെ പെരുമാറുന്നതെന്ന്. ക്യൂ പറയുന്നത് കേട്ടിട്ട് മിന്നി ചോദിക്കുകയാണ്, നീ എൻ്റെ ബ്രദറിനെ പുറത്തേക്ക് കൊണ്ടുപോയി അവനെ റിസ്കിലേക്ക് എത്തിച്ചിട്ട് ഇപ്പം എന്നെ ബ്ലെയിം ചെയ്യുന്നോ എന്ന്. ഇത് കേട്ട ക്യൂ ചോദിക്കുന്നു, റിസ്കോ, നീ എന്ത് നോൺസെൻസ് ആണ് പറയുന്നത്, ഇന്നത്തെ ദിവസം ആരും ഹേർട്ടായിട്ടില്ല, അതുപോലെ ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു ഇവിടേക്ക് വന്ന് നിന്നെ കാണുന്നതിന് മുമ്പ് വരെയെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന മിന്ന് പറയാണ്, നിനക്ക് നിന്റെ ഫീലിങ്സ് മാത്രമാണ് വലുത്, നിനക്ക് മറ്റുള്ളവരെ പറ്റി ഒരു ചിന്തയും ഇല്ലെന്ന്. ഇത് കേട്ട ക്യൂ ചോദിക്കുന്നുണ്ട്, നിനക്ക് എല്ലാവരെ പറ്റിയും ചിന്തയാണല്ലോ, നീ കണ്ടായിരുന്നോ മെന്നിന്ന് ചിരിക്കുന്നത്? പക്ഷെ ഞാൻ കണ്ടു, നീ പറയുന്നത് നീ ഇതെല്ലാം ചെയ്യുന്നത് നിന്റെ ബ്രദറിന് വേണ്ടിയാണെന്നല്ലേ. ഞാൻ നിന്നോട് പറയുകയാണ്, നിന്നെപ്പോലൊരു ബ്രദർ ഉണ്ടെങ്കിൽ അവൻ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ലെന്ന്. ആ സീനോടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് മിന്നാണെങ്കിൽ മെന്നിനെ ഫുഡ് കഴിക്കാനായിട്ട് പോയി വിളിക്കുന്നതായിട്ടാണ്. പക്ഷെ അവനാണെങ്കിൽ കതക് തുറക്കുന്നില്ല. അങ്ങനെ ഒത്തിരി സമയം വിളിച്ചിട്ടും കതക് തുറക്കാത്തതുകൊണ്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് നടക്കുകയാണ്. ഈ സമയം എന്തോ താഴേക്ക് വീഴുന്ന സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് അവനാണെങ്കിൽ അങ്ങനെ കതവ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറി നോക്കിയാണ്. അപ്പോൾ താഴെ കിടക്കുന്നത് മെന്നാണ്. ഇത് കണ്ട് പേടിച്ച മിന്നാണെങ്കിൽ ക്യൂവിനോട് പെട്ടെന്ന് എന്നെ ആംബുലൻസ് വിളിക്കാൻ പറയുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴത്തേക്ക് ക്യൂ മിന്നിനെ മിന്നെന്ന് വിളിക്കുകയാണ്. അപ്പം മിന്ന് പറയുന്നു, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാൻ. ഈ സമയം തന്നെ അവിടേക്ക് നഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്, പേഷ്യൻ്റ് കണ്ണ് തുറന്നിട്ടുണ്ടെന്ന്. ഇത് കേട്ടുടനെ മിന്നും ജീനും ആണെങ്കിൽ അകത്തേക്ക് പോവുകയാണ്. ക്യൂ ആണെങ്കിൽ നല്ല വിഷമത്തോടെയും ദേഷ്യത്തോടെയാണ് പുറത്ത് നിൽക്കുന്നത്. ഡോക്ടർ പറയുന്നുണ്ട്, അവന് സാധാരണയായിട്ടുള്ളൊരു പനിയാണ്, കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാവുന്നതാണെന്ന്. ഇത് കേട്ട മിന്ന് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഇത് മെന്നിൻ്റെ മുറിവിൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാക്കില്ലല്ലോ എന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നു, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളൊന്ന് റിലാക്സ് ആകും, മെന്നിൻ്റെ ബോഡി ഫുള്ളായിട്ട് റിക്കവർ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. അത്രയൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. ഡോക്ടർ പോയതിന് ശേഷം മെന്ന് എണീറ്റിട്ട് മിന്നിനോട് പറയുന്നുണ്ട്, മിന്ന് എനിക്കിപ്പോൾ ബെറ്റർ ആയിട്ട് ഫീൽ ആകുന്നുണ്ടെന്ന്. അപ്പം മിന്നാണെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറിയതിന് മെന്നിനോടും ജീനിനോടും സോറി പറയാണ്. അപ്പം മെന്ന് പറയാണ്, മിൻ സത്യമായിട്ടും അവിടെ മഴ പെയ്തതല്ലാതെ ഒന്നും തന്നെ ഇന്നുണ്ടായിട്ടില്ല, നിനക്കറിയാമോ, ഞാൻ വളരെ സന്തോഷത്തിലാണ് ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചെന്ന്. ഈ സമയം ജീനാണെങ്കിൽ അവൻ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ വീഡിയോയുടെ അവസാനം ക്യൂ പറയാണ്, മിന്നെ എനിക്ക് കാണണം, നിൻ്റെ അനിയനിപ്പോൾ നിന്നേക്കാൾ എത്ര കൂളാണെന്ന് നീ നിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതെന്ന്. അപ്പം മെന്ന് പറയുന്നുണ്ട്, ക്യൂ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, മിന്നി അവനോട് സോറി പറയാൻ മറന്നു പോവല്ലേ എന്ന്. അപ്പം ജീനും പറയുന്നുണ്ട്, സത്യം നീന്ന് അവനോട് നല്ല ഹാഷായിട്ടാണ്
രീതിയിലാണ് പെരുമാറിയതെന്ന്. മിന്നിനാണെങ്കിൽ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും അവൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ അവനോട് സോറി പറയുന്നതെന്ന്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ മിന്നാണെങ്കിൽ അവൻ്റെ റൂമിലേക്ക് പോകാതെ മേനൻ്റെ റൂമിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് കണ്ട മെന്ന് ചോദിക്കുന്നുണ്ട് മിൻ നിനക്ക് എന്താ പറ്റിയത്, നീ എപ്പോഴാണ് നിന്റെ റൂമിലേക്ക് തിരിച്ചു പോകുന്നത്, പിന്നെ എൻ്റെ റൂമിൽ ഇപ്പോൾ ഡോറൊന്നും ഇല്ലാത്തത് കൊണ്ട് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ എന്ന്. അപ്പം ഇത് കേട്ടിട്ട് മിന്ന് പറയാണ് ഞാനിവിടെ നിൽക്കുന്നതിന് കാരണം നിന്നെക്കുറിച്ച് ഓർത്ത് വറീഡ് ആയതുകൊണ്ടാണെന്ന്. അപ്പം മെന്ന് പറയുന്നു ഇപ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ആകുന്നുണ്ട്, രാത്രി നല്ലതുപോലെ ഉറങ്ങിയാൽ ഞാൻ ഓക്കെ ആകും, അതുകൊണ്ട് ഞാനൊന്ന് ഉറങ്ങട്ടെ, നീ പോയെന്ന്. അപ്പം മിന്നു പറയുന്നു ആ ശരി എന്നാൽ ഞാൻ പോകുന്നെന്ന്. അങ്ങനെ അവൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അവൻ്റെ റൂമിലേക്ക് ചെന്ന് കയറുകയാണ്. എന്നിട്ട് ക്യൂയോട് പറയുന്നുണ്ട് ക്യൂ ഞാൻ ആ ക്ലിപ്പ് കണ്ടു, താങ്ക് യു മെന്നിനെ ഇന്ന് പുറത്തേക്ക് കൊണ്ടുപോയതിന്, അവൻ നല്ല സന്തോഷത്തിലാണെന്ന്. മിന്ന് ഇത്രയും സംസാരിച്ചിട്ടും ക്യൂ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ മിന്നാണെങ്കിൽ ക്യൂവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ തട്ടുമ്പോഴാണ് മിന്നിന് മനസ്സിലാകുന്നത് ക്യൂക്ക് പനിയാണെന്ന്. അങ്ങനെ മിന്നി ക്യൂവിന് മെഡിസിൻ എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ക്യൂ മിന്നിൻ്റെ കൈ പിടിച്ചിട്ട് സോറി പറയുന്നു. അപ്പം മിന്ന് പറയുന്നു അതൊന്നും കുഴപ്പമില്ല, പിന്നെ ഞാൻ നിന്നോട് സോറി ചോദിക്കുന്നുണ്ട്, പിന്നെ മെന്നിപ്പോൾ ഓക്കെയാണ്, നീ നിൻ്റെ ഹെൽത്ത് നോക്കെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ പോയി മെഡിസിനും എടുത്തുകൊണ്ട് വന്ന് അതുപോലെ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ്റെ പുറമൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മിന്നാണെങ്കിൽ മെന്ന് അവന് വാങ്ങിക്കൊടുത്ത ആ ടീഷർട്ടാണ് എടുത്ത് കൊടുക്കുന്നത്. അത് കണ്ടിട്ട് ക്യൂ ആണെങ്കിൽ അന്ന് നടന്ന ആ ഇൻസിഡൻ്റ് ഒക്കെ ഓർത്തിട്ട് മിന്നിനോട് അത് ചോദിക്കുന്നുണ്ട്. അപ്പം മിന്ന് പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, നീ ഇത് ഇട്ടോ, ഇത് ബോഡി വാമാക്കാൻ നല്ലതുപോലെ സഹായിക്കും, അതിലൂടെ നിനക്ക് പനി പെട്ടെന്ന് തന്നെ കുറയുമെന്ന്. ഇത്രയും സംസാരിച്ചിട്ട് ക്യൂ ആണെങ്കിൽ മിന്നിനെ ഹഗ് ചെയ്ത് കിടക്കുകയാണ്. കിടന്നു കഴിഞ്ഞ് ക്യൂ മിന്നിനോട് സോറി പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇതവസാനം എല്ലാവർക്കും പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ലെന്ന്. അപ്പം മിന്നു പറയാണ് ഞാനാണ് സോറി പറയേണ്ടത്, ഞാൻ ഒരുപാട് ഹാർഷായിട്ടാണ് നിന്നോട് സംസാരിച്ചത്, സോറി ക്യൂ എന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് പിന്നെ താങ്ക് യു മെന്നിനെ ഇത്രയും സന്തോഷവാനാക്കിയതിന്, ഞാൻ അവൻ്റെ ബ്രദറാണ്, പക്ഷേ എനിക്ക് പോലും ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്. അപ്പോൾ ക്യൂ പറയാണ് അങ്ങനെയൊന്നും അല്ല മെന്ന് ഓരോ മിനിറ്റും എന്നോട് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, നീ കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഫണ്ണായിരുന്നേനെ എന്ന്. ഇത് കേട്ടിട്ട് മിന്നു പറയുന്നു ക്യൂ നിനക്ക് കള്ളം പറയാൻ അറിയത്തില്ലെങ്കിൽ അത് പറയാതിരിക്കുന്നു. അപ്പോൾ ക്യൂ പറയണ അങ്ങനെയല്ലടാ, എന്നോട് മെന്ന് പറഞ്ഞിരുന്നു നീ അവനെ അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ സമ്മതിക്കില്ലെന്ന്, പക്ഷെ അതിൻ്റെ കാരണവും അവനറിയാമെന്നവൻ പറഞ്ഞു, നീ അവനെക്കുറിച്ച് വറിയാകുന്നത് കൊണ്ടാണെന്ന്, പിന്നെ എന്നെ സംബന്ധിച്ച് നീ ഒരു ഗുഡ് ബ്രദർ തന്നെയാണ് മിന്നെന്ന്. അപ്പം മിന്നു പറയുന്നു എനിക്ക് മെന്ന് മാത്രമാണ് ഉള്ളത്, എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ഒരു കുട്ടിയെ വളർത്തേണ്ടതെന്ന്, അതുപോലെ ഞാൻ അവൻ്റെ ലൈഫ് ഇല്ലാതാക്കുകയാണോ എന്ന പേടിയും എനിക്കുണ്ടായിരുന്നു എന്ന്. മിന്നിങ്ങനെ സംസാരിക്കുന്ന സമയം ക്യൂ ആണെങ്കിൽ അവൻ്റെ മുഖം ചുവക്കുന്നത് കണ്ടിട്ട് മിന്നിനോട് പറയുന്നുണ്ട് മിന്നിൻ്റെ മുഖമൊക്കെ ചുവന്ന് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മെഡിസിൻ നീയും കൂടെ കഴിക്കുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് മിന്നു പറയുന്നു അത് ഞാൻ ഉറങ്ങാത്തത് കൊണ്ടാണ് അങ്ങനെ മുഖം ചുവക്കുന്നതെന്ന്. അതിനുശേഷം ക്യൂ ആണെങ്കിൽ മിന്നിനെ ഹഗ് ചെയ്ത് കിടന്നുറങ്ങിയാണ്. പിറ്റേന്ന് ക്യൂ ഇട്ടിരിക്കുന്ന ടീഷർട്ട് കണ്ടിട്ട് മെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ മിന്നിന് വേണ്ടി വാങ്ങിക്കൊടുത്ത ടീഷർട്ട് അല്ലേ എന്ന്. ഈ സമയം അവിടേക്ക് മിന്ന് വന്നിട്ട് പറയുന്നു അത് പിന്നെ ക്യൂവിന് ഇന്നലെ പനിയായതുകൊണ്ട് അവൻ്റെ ബോഡി ഒന്ന് വാമാകാനായിട്ടാണ് ഞാൻ ഈ ടീഷർട്ട് അവന് കൊടുത്തതെന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് മിന്നാണെങ്കിൽ മെന്നിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. മെന്നാണെങ്കിൽ മിന്നിനോട് പിണങ്ങിയാണ് ഇരിക്കുന്നത്. ഈ സമയം അവിടേക്ക് ജീന് വരെയാണ്. അവൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അവൾ മിന്നിനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് മിൻ നീ ഇന്ന് ജോലിക്ക് പോയില്ലേ എന്ന്. അപ്പം മിന്നു പറയുന്നു ഞാൻ എങ്ങനെയാ പോകുന്നത്, ഈ വീട്ടിൽ ഫുൾ അസുഖക്കാരല്ലേ, എനിക്ക് അവരെ ഇവിടെ നിന്ന് പരിപാലിച്ചാലല്ലേ പറ്റൂ എന്ന്. അങ്ങനെ അതിനുശേഷം അവരാണെങ്കിൽ സിനിമ കാണാമെന്ന് തീരുമാനിക്കുകയാണ്. മെന്നാണെങ്കിൽ മിന്നിനോട് പിണക്കമൊക്കെ മാറ്റുന്നുണ്ട്. അങ്ങനെ സിനിമയിലൊരു ഗൺ ഷൂട്ടിംഗ് സീൻ വരുന്ന സമയത്ത് മിന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യൂയുടെ ചെവി പൊത്തുന്നു. ഇത് കണ്ട ക്യൂ ആണെങ്കിൽ ഷോക്കായി മിന്നിനെ തന്നെ നോക്കുകയാണ്. ഇത് കണ്ട മിന്നു പറയുന്നു അത് പിന്നെ നിനക്ക് ഗൺ ഷോട്ട് പേടിയായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മെന്നും ജീനും ആണെങ്കിൽ താഴെ ഇരുന്ന് മിന്നു ക്യൂവിനെ കെയർ ചെയ്യുന്നത് കണ്ടിട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ക്യൂ മിന്നിൻ്റെ തലമുടിയിൽ തടവിയിട്ട് ഗുഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ക്യൂ ഒരു സ്വപ്നം കാണുന്നതായിട്ടാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ ക്യൂ ആണെങ്കിൽ ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് അടുത്ത് മിന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. മിന്നിനെ കണ്ടു കഴിയുമ്പോഴാണ് ക്യൂക്ക് സമാധാനമാകുന്നത്. അങ്ങനെ ക്യൂ ആണെങ്കിൽ കുറച്ച് സമയം കൂടെ മിന്നിനെ ഹഗ് ചെയ്തിട്ട് കിടന്നുറങ്ങിയാണ്. അവിടെ കാച്ചൊക്കെ ആണെങ്കിൽ ഒരു മെസ്സേജ് വരെയാണ്. അത് കുറച്ച് ഫോട്ടോസ് ആയിരുന്നു. അതിന് റിപ്ലൈ ആയിട്ട് അയാൾ പറയുന്നത് ഇങ്ങനെയാണ് അവനെ ശ്രദ്ധിക്കുന്നതിന് താങ്ക്സ് എന്ന്. അങ്ങനെ ആ മെസ്സേജ് അയച്ചുടനെ ആരോ കാച്ചയെ വിളിക്കുന്നുമുണ്ട്. വിളിച്ചിരിക്കുന്നത് ക്യൂയെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞ അയാളാണ്. അയാളെ പേര് ഫൂം എന്നാണ്. അപ്പം അയാൾ പറയാണ് ഞാൻ എവിഡൻസ് കണ്ടെത്തിയിട്ടുണ്ട്, അതിലൂടെ എൻ്റെ മകൻ നിരപരാധിയാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് കേട്ടിട്ട് കാച്ച ചോദിക്കുന്നു ഇത് ഫൂം അല്ലേ സംസാരിക്കുന്നതെന്ന്. അത് കേട്ടിട്ട് അയാൾ പറയുന്നു അതെ, നിങ്ങൾക്കിന്ന് എന്നെ മീറ്റ് ചെയ്യാൻ പറ്റുമോ, എന്നാൽ ഞാൻ എല്ലാ എവിഡൻസും നിങ്ങൾക്ക് കൈമാറാമെന്ന്. അപ്പം കാച്ച ഉത്തരം പറയാനായിട്ട് വരുന്ന സമയം അവിടേക്കൊരു കോൺസ്റ്റബിൾ വന്നിട്ട് കാച്ചയോട് പറയുന്നു
സാർ നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ തന്നെ പുറത്തേക്ക് പോകണമെന്ന്. അപ്പോൾ കാച്ച അയാളോട് ഓക്കെ എന്ന് പറയണേ. അങ്ങനെ അയാൾ പോയതിന് ശേഷം കാച്ചയാണെങ്കിൽ ഫൂമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ വെച്ചാണ് എന്നെ കാണേണ്ടതെന്ന്. അപ്പോൾ ഫൂം എന്ത് ഉത്തരം പറഞ്ഞെന്ന് കാണിക്കുന്നില്ല. അവിടെ മിന്നാണെങ്കിൽ ക്യൂക്ക് ബിസ്ക്കറ്റ് വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഈ സമയം ക്യൂടെ ചുണ്ടിൽ കുറച്ച് പറ്റുന്നത് കൊണ്ട് അവനാണെങ്കിൽ അത് എടുത്ത് കളയാനായിട്ട് നോക്കിയാണ്. ഈ സമയം അവിടേക്ക് മിന്ന് വന്നിട്ട് അവരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പം മിന്ന് ചോദിക്കുന്നുണ്ട് മെൻ നീ എത്ര സമയമായി ഇങ്ങോട്ട് വന്നിട്ടെന്ന്. അപ്പം അവൻ പറയുന്നു ഞാൻ കുറച്ച് സമയമായി ഇങ്ങോട്ട് വന്നിട്ടെന്ന്. അങ്ങനെ ഇവനെ കണ്ട വെപ്രാളത്തിൽ അവനാണെങ്കിൽ ക്യൂയുടെ കയ്യിൽ തന്നെ ആ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പറയുന്നു നിന്റെ കൈക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, നീ തന്നെ കഴിച്ചു പോയിന്ന്. അപ്പം മെന്നാണെങ്കിൽ അവരടുത്തേക്ക് വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ബിസ്ക്കറ്റ് കഴിച്ചോളാമേ എന്നുള്ള രീതിയിൽ ബിസ്ക്കറ്റ് എടുത്തിട്ട് കഴിക്കുകയാണ്. അതിനുശേഷം അവർ ആക്ട് ചെയ്ത് കളിക്കുകയാണ്. അപ്പം മിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് ഓവർ ആക്ടിങ് ആണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം മെൻ ഗൺഷോട്ട് ചെയ്യുമ്പോൾ മിന്ന് വെടികൊണ്ട് തറയിലേക്ക് വീഴുന്നത് പോലെ ആക്ട് ചെയ്യണേ. ഈ സമയം ക്യൂ അവനെ അടുത്തേക്ക് വന്നിട്ട് നീ എന്താ എന്നെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കിസ് ചെയ്യുന്ന രീതിയിൽ വരെയാണ്. അങ്ങനെ തോന്നിയ മിന്നാണെങ്കിൽ അവൻ്റെ തലക്കിട്ടൊരു അടി കൊടുത്തിട്ട് ആക്ടിങ് കണ്ടിന്യൂ ചെയ്യാണ്. പിറ്റേന്ന് മിന്നെ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്ക് അവിടേക്ക് ഒരാൾ വന്നിട്ട് അവനോട് ചോദിക്കുന്നു താൻ തൻ്റെ കീ കാർഡ് എടുക്കാൻ മറന്നോ എന്ന്. അപ്പം മിന്നു പറയുന്നു ആ മറന്നു പോയെന്ന്. അങ്ങനെ അയാളാണെങ്കിൽ അയാളെ കീ കാർഡ് ഉപയോഗിച്ച് അവന് ഡോറ് തുറന്നു കൊടുത്തിട്ട് നെക്സ്റ്റ് ടൈം കീ കാർഡ് എടുക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവേന്. അങ്ങനെ അവനാണെങ്കിൽ അകത്ത് കയറി ചെല്ലുമ്പോൾ അവിടെ യാടയും സുയോയും നിന്ന് സംസാരിക്കുന്ന കാണേന്. യാട സുയോയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഉറപ്പാണോ ഫൂം ആ എവിഡൻസ് കാച്ചയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ലെന്ന്, കാച്ചയ്ക്ക് ഇത് കിട്ടിയാൽ നമ്മളെല്ലാവരും പിടിക്കപ്പെടുമെന്ന്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന മിന്നാണെങ്കിൽ അന്ന് ഫൂമുമായിട്ട് നടന്ന ഇൻസിഡൻറ്റ് ആലോചിക്കുകയാണ്. അപ്പോൾ സുയോയാണെങ്കിൽ യാടയോട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകില്ല, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം എന്ന്. അപ്പോൾ കാച്ചയുടെ വീക്ക്നെസ് എന്താണെന്ന് പോയി കണ്ടുപിടിക്കാനും യാട സുയോയോട് പറയുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ ക്യൂവിൻ്റെ കയ്യിലാണെങ്കിൽ തുണി കെട്ടി വെച്ചിരിക്കുകയാണ്. അവനാണെങ്കിൽ അത് അഴിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ മെന്നിനോട് സഹായം ചോദിക്കുമ്പോൾ അവൻ പറയുന്നു ഞാൻ ചെയ്തു തരില്ല, നീ സ്വന്തമായിട്ട് അതെങ്ങനെയെങ്കിലും അഴിക്കാൻ പഠിക്കുന്നു. ഇത് കേട്ട ക്യൂ പറയാണ് മിന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എനിക്ക് വേണ്ടി ഇത് ചെയ്തു തന്നേനെ എന്ന്. അപ്പം മെന്ന് ചോദിക്കുന്നു അല്ല മിന്ന് നീയും വെറും ഫ്രണ്ട്സ് മാത്രമാണോ എന്ന്. അപ്പോൾ ക്യൂ പറയുന്നു അതെ, എന്താ ഞങ്ങളെ കണ്ട ഫ്രണ്ട്സിനെ പോലെ തോന്നുന്നില്ലേ എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് മെന്ന് പറയുന്നു നിങ്ങൾ രണ്ടുപേരും നല്ല ക്ലോസ് ആയതുപോലെ തോന്നുക, അല്ലെങ്കിൽ എങ്ങനെയാ മിന്നു നിനക്ക് ഫുഡ് വാരി തരുന്നതും അതുപോലെ മൗത്ത് വൈപ്പ് ചെയ്ത് തരുന്നതും അതുപോലെ നിന്റെ മുഖം കണ്ടാൽ തന്നെ അവൻ നല്ല സന്തോഷമാകുന്നു, അതും കൂടാതെ ആർക്കും കൊടുക്കാത്ത ടീഷർട്ട് നിനക്ക് തരുന്നു, എന്താ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇതുപോലെ ചെയ്യോ എന്ന്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ക്യൂ പറയുന്നു അറിയത്തില്ല എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന്. അപ്പം മെന്നു പറയുന്നു ഞാനിങ്ങനെ പറയുന്നതിന് കാരണം ഞാൻ ഇതിനു മുമ്പ് മിന്നിനെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല, പിന്നെ ജസ്റ്റ് എനിക്ക് അതറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, മിന്നിന് നിന്നോട് ഫീലിങ്സ് ഉണ്ടെങ്കിൽ നീ അതിന് ഓക്കെ ആണോ എന്ന്. ഇത് കേട്ട ക്യൂ പറയുന്നു ഹേ മെൻ അങ്ങനെയൊന്നും ഇല്ല, മിന്നിന് എന്നോട് ഫീലിങ്സ് ഒന്നും ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലെന്ന്. ഇത് കേട്ട മെന്ന് പറയുന്നു ആ എന്നാൽ ശരിയെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ക്യൂയുടെ കയ്യിൽ കെട്ടി വെച്ചിരിക്കുന്ന ആ തുണി അഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മെന്നാണെങ്കിൽ മിന്നിൻ്റെ കീ കാർഡ് എടുത്തിട്ട് പറയുന്നു ഇത് മിന്നിൻ്റെ കീ കാർഡല്ലേ, അവൻ ഇത് എടുക്കാൻ മറന്നുപോയി, ഇനി ഞാനിത് കൊണ്ടു കൊടുക്കണ്ടേ, പക്ഷേ നല്ല വെയിലും ഉണ്ട്, ഞാനിത് കൊടുക്കാൻ പോയാൽ എന്തായാലും എനിക്ക് പണി പിടിക്കുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ക്യൂയെ തന്നെ നോക്കിയാണ്. അത് കണ്ട ക്യൂക്ക് മനസ്സിലാകുന്നുണ്ട് അവനത് കൊണ്ടു കൊടുക്കാനായിട്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പം ക്യൂ പറയുന്നു ആ ശരി ഞാനിത് കൊണ്ട് കൊടുക്കാമെന്ന്. അപ്പം മെന്നു പറയുന്നു ഫ്രണ്ട്സ് ചീക്കിൽ കിസ് ചെയ്യുമ്പോൾ ഷൈ ആകാറില്ല, നീ മിന്നിൻ്റെ ചീക്കിൽ കിസ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്ക്, അതിലൂടെ നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണോ എന്ന് അറിയാൻ കഴിയുമെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ ക്യൂ നല്ല രീതിയിൽ ഷൈ ആകുന്നുണ്ട്. അവനാണെങ്കിൽ അങ്ങനെ മെന്നിൻ്റെ ഫോൺ എടുത്തിട്ട് അവിടെ നിന്നും പോവേണ്. അവിടെ മിന്നാണെങ്കിൽ യാട പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് സുവോ വന്നിട്ട് അവനോട് ചോദിക്കുന്നു നിന്റെ ബ്രേക്ക് ടൈം കഴിഞ്ഞതാണല്ലോ, പിന്നെ നീ എന്താ വർക്ക് തുടരാതെ നിൽക്കുന്നതെന്ന്. അപ്പം മിന്ന് പറയുന്നു എനിക്കൊരു കാര്യം അറിയണം, ഞാൻ എത്ര കാലം വർക്ക് ചെയ്യണം മിസ്സി യാടയോടുള്ള കടം തീർക്കാനായിട്ടെന്ന്. അപ്പം സുവോ പറയുന്നു മിസ്സി യാടയ്ക്ക് ആ പൈസ തിരിച്ച് കിട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന്. അപ്പം മിന്നാണെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ഗണ്ണ് സുവോയുടെ മുന്നിൽ നീട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ ജോബ് ക്വിറ്റ് ചെയ്തോട്ടെ എന്ന്. അപ്പോൾ സുവോ പറയുന്നു നീ ഒരു കാര്യം അറിയേണ്ടതുണ്ട്, ഒരിക്കൽ നീ സർക്കിളിനുള്ളിലായാൽ പിന്നെ നിനക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മിന്നാണെങ്കിൽ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് അവൻ സുവോട് പറയുന്നു ആ ശരിയെന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം സുവോ അവിടെ നിന്നും പോവേണ്. അവൻ പോയതിന് ശേഷം മിന്നാണെങ്കിൽ നല്ല ടെൻഷനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഈ സമയം ക്യൂ മിന്നിന് മെസ്സേജ് അയക്കുന്നുണ്ട് മിൻ ഞാൻ ഈ റെസ്റ്റോറൻറ്റിന്
ഫ്രണ്ടിലുണ്ട്, നീ നിൻ്റെ കീ കാർഡ് മറന്നു പോയില്ലേ, അതുകൊണ്ട് ഞാനത് നിനക്ക് വേണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെന്ന്. മെസ്സേജ് കാണുമ്പോഴേ മിന്നിന് മനസ്സിലാകുന്നുണ്ട് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് ക്യൂ ആണെന്ന്. അങ്ങനെ അവനാണെങ്കിൽ ആ മെസ്സേജിന് റിപ്ലൈ ആയിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വരണ്ടെന്ന്. എന്നിട്ട് അവനെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്ന സമയം ഒരാൾ അവിടേക്ക് വന്നിട്ട് അവനെ ഒരു ജോലി ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോകുന്നു. ക്യൂ ആണെങ്കിൽ മിന്നിൻ്റെ മെസ്സേജ് വായിച്ചുകൊണ്ട് നടക്കുന്ന സമയം അതുവഴി സുവ പോകുന്നത് കാണുന്നു. അയാളെ കാണുമ്പോഴേ അവനെ ആളെ മനസ്സിലാകുന്നുണ്ട്. ഈ സമയം അവനെ മിന്ന് കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യാതെ മിന്നിൻ്റെ കീ കാർഡ് ഉപയോഗിച്ച് സുവയെ ഫോളോ ചെയ്ത് അവനെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ അവൻ നടന്നു പോകുന്നതിനിടയ്ക്ക് മിന്നിനെ കാണുന്നുണ്ട്. പിന്നെ അവനാണെങ്കിൽ മിന്നിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ രണ്ടുപേരും തമ്മിൽ കാണുന്നു. ക്യൂ മിന്നിനോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് യാഡ വരെയാണ്. യാഡയും ക്യൂവും തമ്മിൽ കണ്ടു എന്ന് മനസ്സിലാക്കിയ മിന്നാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നടക്കുന്ന സമയം അവനെ സുവ സമ്മതിക്കുന്നില്ല. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ.